ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു ബഡ്ജറ്റിന് അന്തിമ രൂപം നൽകാത്ത സാഹചര്യത്തിൽ മുനിസിപ്പൽ ആക്ടിലെ 290 വകുപ്പ് അനുസരിച്ച് മുനിസിപ്പൽ ചെയർമാൻ അവതരിപ്പിക്കുന്നു. പരിമിതമായ വിഭവങ്ങളെ സമർത്ഥമായി വിനിയോഗിച്ച് ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി പുനലൂരിനെ സുസ്ഥിര വികസനത്തിന്റെ പുതിയ തലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തേക്കുള്ള ചുവടുവയ്പാണ് ഈ ബഡ്ജറ്റ്. നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പുനലൂർ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് നഗരസഭാ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ അവതരിപ്പിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ബജറ്റ് തയ്യാറാക്കാൻ കഴിയാതെ വന്നതോടെ സെക്രട്ടറി തയ്യാറാക്കിയ ബജറ്റാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ നഗരസഭാ കൌൺസിൽ ഹാളിൽ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ അവതരിപ്പിച്ചത്. കേരള മുനിസിപ്പൽ ആക്ട് സെഷൻ 290 പ്രകാരമായിരുന്നു ചെയർപേഴ്സന്റെ ബജറ്റ് അവതരണം. നീക്കിയിരിപ്പ് ഉൾപ്പെടെ 99,09,50,105 രൂപ വരവും 31,85,26,000 രൂപ ചെലവും 67,24,24,105 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. വിവിധ പദ്ധതികൾക്കായി 99,09,50,105 രൂപ വരവും 31,85,26,000 രൂപ ചെലവും 67,24,24,105 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിനാണ് രൂപം നൽകിയിരിക്കുന്നത്. 2026-27 വാർഷിക പദ്ധതി ചെലവുകൾക്ക് വേണ്ടിയുള്ള ഗ്രാന്റുകൾ ബജറ്റിലെ വരവിൽ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ചിലവിനത്തിൽ വാർഷിക പദ്ധതി വെയിറ്റിംഗിന് ശേഷം മാത്രമേ കേസ്മാർട്ട് വിഭാഗത്തിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ചെയർമാൻ അറിയിച്ചു. 2026-27 വർഷത്തെ പദ്ധതി ചെലവുകൾക്ക് വേണ്ടിയുള്ള ഗ്രാന്റുകൾ ബഡ്ജറ്റിലെ ഇൻഫ്ലോയിൽ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഔട്ട്ഫ്ലോയിൽ വാർഷിക പദ്ധതി വെറ്റിംഗിന് ശേഷം മാത്രമേ കേസ്മാർട്ട് ബഡ്ജറ്റ് വിഭാഗത്തിൽ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇത് കൗൺസിൽ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യം. ആദ്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് കേസ്മാർട്ട് വഴിയുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ മാനുവലായിട്ടാണ് ഈ കണക്കുകളെല്ലാം എടുത്ത് കൂട്ടിയിരുന്നത്. ഇപ്പോ ബഡ്ജറ്റിലെ ഇൻഫ്ലോയിൽ നമ്മുടെ പദ്ധതിയിൽ വരുന്ന നമ്മുടെ ജനറൽ ഫണ്ട്, അതേപോലെ തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ്സ്, മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റോഡ്സ് അടക്കം ഏതാണ്ട് 17,99,70,000 രൂപ ബഡ്ജറ്റിന്റെ ഇൻഫ്ലോയിലുണ്ട്. 99 കോടിയുടെ ഈ ബഡ്ജറ്റിനകത്തുണ്ട്. ഈ ബഡ്ജറ്റിൽ ഇനിയും വരാത്ത ഒരു ഇൻഫ്ലോ നമുക്ക് കിട്ടേണ്ട സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റാണ്. ആ ഗ്രാന്റിനെ നമ്മൾ ഒരു ആന്റിസിപ്പേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് കേന്ദ്ര വിഹിതം സംസ്ഥാനത്തെത്തി സംസ്ഥാനത്തിൽ നിന്ന് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അതുകൂടി വരുമ്പോൾ മാത്രമേ നമ്മളുടെ ബഡ്ജറ്റിന്റെ പൂർണ്ണമായ തുക എത്തും. ഇനിയും ഇതിന്റെ ഔട്ട്ഫ്ലോയിലുള്ള പ്രശ്നം, നമുക്കിപ്പോ മിച്ചം 67,24,24,105 എന്ന് പറയുന്നതിൽ നമ്മുടെ വാർഷിക പദ്ധതിയെ ഉൾപ്പെട്ടിട്ടില്ല. കേസ്മാർട്ടിന്റെ ഇതിന്റെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ഔട്ട്ഫ്ലോ വരണമെങ്കിൽ വാർഷിക പദ്ധതി DPC അംഗീകരിച്ചു, നമുക്കിപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകരിച്ച വാർഷിക പദ്ധതി വെറ്റിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ നമ്മൾ കാണേണ്ടത് നമ്മളുടെ ഈ ബഡ്ജറ്റ് നമ്മൾക്ക് CFC ഫണ്ട് കൂടി ലഭിച്ചതിന് ശേഷം റിവൈസ് ചെയ്താണ് നമുക്കൊരു പൂർണ്ണമായ ബഡ്ജറ്റിന്റെ രൂപം എത്തിച്ചേരുന്നത്. അതിൽ നമ്മൾ പൊതുവെ സ്വീകരിച്ച നിലപാട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അതിനെ സമീപിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഇതിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാക്കാമായിരുന്നു, അത് നമ്മൾ ചെയ്തിട്ടില്ല. വാർഷിക പദ്ധതി ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാർഷിക പദ്ധതിയുടെ ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ ഒരു അഡീഷണൽ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും റെഫറൻസിന് വേണ്ടിയിട്ടാണ്. പുനലൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അമൃത് 2.0 പദ്ധതി കൂടി പ്രയോജനപ്പെടുത്തി പുതിയ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ബജറ്റിൽ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 2000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ പുനർജനി പദ്ധതിയും ലക്ഷ്യമിടുന്നു. പുനലൂരിന്റെ സാമ്പത്തിക മേഖലയുടെ വീണ്ടെടുപ്പാണ് പുനർജനി പദ്ധതി. തൊഴിൽ പരിശീലനത്തിന് കേന്ദ്രം, അപ്പാരൽ പാർക്കിനെ ഫാഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കുക,
7 നില ഷോപ്പിംഗ് കോംപ്ലക്സിൽ IT പാർക്ക്, സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ, നവീകരിച്ച ശ്രീരാമവർമ്മപുരം മാർക്കറ്റ്, സ്ലോട്ടർ ഹൗസ് ഇവ കോർത്തിണക്കി പുനലൂരിന്റെ പ്രാദേശിക സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് പുനർജനി. സ്വീപ്പ് 2.0 എന്ന നിലയിൽ മാലിന്യ സംസ്കരണത്തിനും പദ്ധതി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വയോജന സൗഹൃദ നഗരസഭയാക്കുന്നതിനായി സായന്തന സ്വാന്തനം പദ്ധതിയും, പുനലൂരിനെ തെരുവുനായ വിമുക്ത നഗരസഭയാക്കുന്നതിനായി കാവൽക്കൂട് പദ്ധതിയും, വായനാക്കൂട്ടം പദ്ധതിയും, ഹരിതായനം, നഗരവസന്തം തുടങ്ങിയ ആകർഷണമായ പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അംഗൻവാടികൾക്ക് കെട്ടിടം, ബഡ് സ്കൂളിന് പുതിയ കെട്ടിടം, 7 നില ഷോപ്പിംഗ് കോംപ്ലക്സ്, ഗവൺമെന്റ് ആശുപത്രി കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, വിദ്യാർത്ഥികൾക്ക് സൗജന്യ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ, സ്റ്റേഡിയത്തിന്റെ നവീകരണം, കാർഷിക വിപണിയുടെ നവീകരണം, കാർഷിക മേഖലയിലെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തൽ, മൂല്യവർദ്ധിത വസ്തുക്കളുടെ ഉൽപ്പാദനം, വിതരണം, കാർഷിക കർമ്മസേനയുടെ വിപുലീകരണം, കിടപ്പ് രോഗികളുടെ പരിചരണത്തിന് പദ്ധതി, ഭൂരഹിത ഭവനരഹിതർക്ക് വീട് നൽകാനുള്ള പദ്ധതി, എല്ലാ സ്കൂളുകളിലും ഹരിത ക്ലബ്ബുകൾ, വനിതകൾക്ക് യോഗ പരിശീലനം, വ്യായാമത്തിന് ഓപ്പൺ ജിം, പുനലൂർ ബാലൻ ലൈബ്രറി, ജവഹർ ബാലകലാഭവൻ എന്നിവയുടെ നവീകരണം, പട്ടികജാതി ഉന്നതികളുടെ സമഗ്ര വികസനത്തിന് പദ്ധതി, പട്ടികവർഗ കുട്ടികൾക്ക് പോഷകാഹാര കിറ്റ്, സാമൂഹ്യ പഠന കേന്ദ്രത്തിന്റെ നവീകരണം, രാജഗോപാലൻ നായർ ടൗൺ ഹാൾ നിർമ്മാണം, നഗരസഭ സ്പോർട്സ് കൗൺസിൽ രൂപീകരണം, കാട്ടുമൃഗങ്ങളിൽ നിന്നും കാർഷിക വിളകളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി, ക്യാൻസർ നിർണയ ക്യാമ്പുകൾ എന്നിങ്ങനെ വിവിധതരമായ ജനോപകാരപ്രദമായ പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക കർമ്മസേനയുടെ വിപുലീകരണം നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന നിലയിലും നമ്മുടെ പ്രകൃതി സൗഹൃദ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി കാർഷിക കർമ്മസേന ഇപ്പോൾ വളരെ പരിമിതമായ സാഹചര്യത്തിലൂടെ അത് വിപുലീകരിക്കും. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനുള്ള പദ്ധതി നിലവിലുണ്ട്, അത് തുടരും. ഭൂരഹിതർക്ക് വീട് വെക്കാനുള്ള പദ്ധതി നമ്മൾ നടപ്പാക്കും. എല്ലാ സ്കൂളുകളിലും ഹരിത ക്ലബ്ബുകൾ രൂപീകരിക്കും. വനിതകൾക്ക് യോഗ പരിശീലനത്തിനും വ്യായാമത്തിനും ഓപ്പൺ ജിമ്മും ആരംഭിക്കും. പുനലൂർ ബാലൻ ലൈബ്രറി, ജവഹർ ബാലകലാഭവൻ എന്നിവയുടെ നവീകരണം ഉറപ്പാക്കും. പട്ടികജാതി ഉന്നതികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പദ്ധതി തയ്യാറാക്കും. പട്ടികവർഗ കുട്ടികൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്യും. സാമൂഹ്യ പഠന കേന്ദ്രം സമഗ്രമായി നവീകരിക്കും. രാജഗോപാലൻ നായർ ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തിയാക്കും. നഗരസഭ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കും. കാട്ടുമൃഗങ്ങളിൽ നിന്നും കാർഷിക വിളകളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കും. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്താനുള്ള രോഗനിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഇതാണ് ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ വിഭാവന ചെയ്തിട്ടുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. 26-27 ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ അംഗീകാരത്തിന് വിനയപൂർവ്വം സമർപ്പിക്കുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കൗൺസിൽ ഹാളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രഭ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, നഗരസഭാ സെക്രട്ടറി സുമയ്യ ബീവി തുടങ്ങിയവർ ബജറ്റ് അവതരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.